ഹായ് നമസ്കാരം. പ്രതീക്ഷകൾ അസ്തമിച്ചു. അർജുനെയും ലോറിയും കണ്ടെത്താനായില്ല. സൈന്യം തിരച്ചിൽ അവസാനിപ്പിച്ചു മടങ്ങി. തിരച്ചിൽ ഇനി ഗംഗാവാലി പുഴയിൽ മുങ്ങൽ വിദഗ്ധനായ DK ഉണ്ണിയുടെ നേതൃത്വത്തിൽ. ദക്ഷിണ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ 7 ദിവസത്തെ പ്രാർത്ഥനകൾക്കും ശ്രമങ്ങൾക്കും ഇനിയും ഫലം കണ്ടെത്താനായിട്ടില്ല. അർജുന്റെ ലോറി കരയിലില്ലെന്നാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയ സൈന്യത്തിന്റെ റിപ്പോർട്ട്. ഇതോടെ ദൗത്യത്തിനെത്തിയ കരസേനാ സംഘം തിരച്ചിൽ പൂർത്തിയാക്കി തിരിച്ചു പോകുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതേസമയം ലോറിക്കായുള്ള തിരച്ചിൽ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ച് പുരോഗമിക്കും. നദീതീരത്തു നിന്ന് ലഭിച്ച GPS സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരച്ചിലിന് സഹായകരമായ ഉപഗ്രഹ ദൃശ്യങ്ങൾ ISRO കൈമാറിയിട്ടുണ്ട്. ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചായിരിക്കും അർജുനു വേണ്ടിയുള്ള നാളത്തെ തിരച്ചിൽ. ഇതിനായി ആധുനിക സംവിധാനമടക്കം എത്തിക്കും. NDRFിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുമെത്തും. സ്കൂബ ഡൈവിംഗും NDRFിന്റെ രക്ഷാപ്രവർത്തനവും തുടരുന്നതോടൊപ്പം ഗ്രേപ്നർ ഉപയോഗിച്ച് നദിയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങണമെന്ന് മുങ്ങൽ വിദഗ്ധനായ TK ഉണ്ണി പറഞ്ഞു. ഗ്രേപ്നർ ഉപയോഗിച്ച് നദിയുടെ അടിത്തട്ട് പരിശോധിക്കുകയും സംശയമുള്ള ഭാഗങ്ങളിൽ മാത്രം ഡൈവ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാവും നടപ്പിലാക്കുക എന്നും, കൂടാതെ നദിയിലെ മണ്ണെടുക്കാൻ ഡ്രെഡ്ജിങ്ങിനൊപ്പം എയർ മഡ് ലിഫ്റ്റിംഗും ഉപയോഗിക്കണമെന്നും ഉണ്ണി പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ നദിയിലേക്ക് വീണ മൺകൂനകൾ പുറത്തേക്കെടുക്കാൻ ഇതിലൂടെ കഴിയുമെന്നും മനുഷ്യന്റെ പരിമിതി മറികടക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ട്രക്ക് നേരെ നദിയിലേക്ക് പതിക്കുകയും മണ്ണ് കൂനയും കടന്ന് ട്രക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയും ഉണ്ടെന്നും അത് കണ്ടെത്താൻ റിമോട്ട് ഓപ്പറേറ്റീവ് വെഹിക്കിൾ സിസ്റ്റം ഉപയോഗിക്കേണ്ടി വരുമെന്നുമാണ് മുങ്ങൽ വിദഗ്ധൻ ഉണ്ണിയുടെ അഭിപ്രായം. നേരത്തെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുന്റെ വാഹനം വരുന്ന CCTV ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം വിട്ട് ലോറി പോയിട്ടില്ലെന്നാണ് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. സ്പീഡ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യം ഉണ്ടെന്ന സൂചന ലഭിച്ചതായാണ് വിവരം. അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇപ്പോൾ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടെ അർജുനെ കണ്ടെത്താൻ കർണാടക സർക്കാർ കാണിക്കുന്ന മെല്ലെപ്പോക്ക് നയത്തിനെതിരെ കണ്ണൂർ ലോറി ഉടമകളും തൊഴിലാളികളും സംയുക്തമായി കൂട്ടുപുഴയിൽ വാഹനങ്ങൾ തടഞ്ഞു പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പ്രവേശിച്ച എല്ലാ വാഹനങ്ങളെയും കൂട്ടുപുഴ അതിർത്തിയിൽ തടഞ്ഞാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. മനുഷ്യന്റെ ജീവന് കർണാടക സർക്കാർ വില കൽപ്പിക്കുന്നില്ലെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് കുറ്റപ്പെടുത്തി. 16-ാം തീയതിയായിരുന്നു ദേശീയപാത 66 ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത്. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. കാർവാർ കൂട്ടം റൂട്ടിൽ 4 വരിപ്പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവല്ലി നദിയുമാണ്. അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ 4 ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ചു വീണു. അപകടത്തിന്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ GPS പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുന്റെ ലോറിയും മണ്ണിനടിയിലായിട്ടുണ്ടെന്ന വിവരം ലഭിക്കുന്നത്.